ED ഉപയോഗിക്കുക, പാർലമെന്റിൽ തങ്ങളുടെ അധികാരവും ഭൂരിപക്ഷവും ഉപയോഗിച്ച് എന്തും വിളിച്ചു പറയുക, ഏത് പ്രമേയവും പാസാക്കുക, പ്രതിപക്ഷത്തെ ഒന്നടങ്കം പുറത്താക്കുക, പാർലമെന്റിന്റെ മതേതര സ്വഭാവത്തെ മുഴുവൻ ഇല്ലാതാക്കുക, പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ട് മരവിപ്പിക്കുക, അവരെ കേസുകളിൽ കുടുക്കി ജയിലിലടയ്ക്കുക. ഈ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യം. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം അതാണ്. കാരണം ഈ ജർമ്മൻ കവിതയിൽ നിമോഡർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവരെന്നെ തേടി വന്നു, അവരാദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. അവർ പിന്നീട് തൊഴിലാളികളെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. അവർ ജൂതന്മാരെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. അവസാനം അവർ എന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നാസി ജർമ്മനിയുടെ കാലത്ത് ഫാസിസത്തിനെതിരായിട്ടൊരു കവി പറഞ്ഞതാണ്. അത്തരം ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിപരമായി, വിവേകപരമായി, സാമൂഹിക ഉത്തരവാദിത്വത്തോടുകൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കേണ്ട ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നു. നോക്കൂ സ്മൃതി, കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് അവസാനത്തെ പാർലമെന്റ് സമ്മേളനം നടന്നത്. 17ാം ലോക്സഭയുടെ അവസാനത്തെ സമ്മേളനമായിരുന്നു അത്. മറ്റൊരു കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടിയ സമ്മേളനം എന്താണെന്നറിയോ? 141 പ്രതിപക്ഷ എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. 95 എംപിമാരെ ലോക്സഭയിൽ നിന്നും 50 എംപിമാരെ രാജ്യസഭയിൽ നിന്നും. 141 എംപിമാരെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40% ഇന്ത്യൻ ജനതയുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങി കേൾക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഏകപക്ഷീയമായി ഇത്രയധികം എംപിമാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ പാർലമെന്റ് കണ്ടത്, ഇന്ത്യൻ സമൂഹം കണ്ടത്. എന്തൊക്കെയാണ് പാർലമെന്റിൽ ആ സെഷനിൽ സംഭവിച്ചത്? നോക്കൂ, പാർലമെന്റ് സമ്മേളനം അവസാനിച്ചതേ രാമക്ഷേത്ര നിർമ്മാണം അയോധ്യയിൽ നടത്തിയതിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിക്കൊണ്ടാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓരോ പ്രധാനമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെക്കുന്നത്, എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെക്കുന്നത്. അങ്ങനെ ഒരു പാർലമെന്റിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധനാലയത്തെ നിർമ്മിച്ചതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ കഴിഞ്ഞ മെയ് മാസം നമ്മൾ എന്താ കണ്ടത്? ചെങ്കോൽ സ്ഥാപിക്കുകയാണ് പാർലമെന്റിൽ. ചെങ്കോൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹിന്ദു രാജാക്കന്മാരുടെ അധികാരത്തിന്റെ ചിഹ്നമാണ് ചെങ്കോൽ. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് നേരിട്ട് പാർലമെന്റിൽ വന്ന് പിന്നെ ഹിന്ദു സന്യാസിമാരുടെ ചാന്റിംഗ് എന്ന് പറയത്തില്ലേ, ഇങ്ങനെ ജപഘോഷങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ചെങ്കോൽ സ്ഥാപിച്ചത്. പുതിയ പാർലമെന്റിലേക്ക് എങ്ങനെയാണ് പിന്നെ ഇന്ത്യൻ സർക്കാർ ആ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം നിർവഹിച്ച ദിവസമാണ് ഗണേശ ചതുർത്ഥിയുടെ ദിവസമാണ്. ഈ രീതിയിൽ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ സങ്കല്പത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ, യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ മൂല്യവുമില്ലാതെ ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ കണ്ടത്. ഇത് ഇന്ത്യൻ പാർലമെന്റിന്റെ അവസ്ഥയാണെങ്കിൽ സംസ്ഥാനങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ പീഡിപ്പിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവം നടത്തിയല്ലോ. നമ്മൾ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നലെ പറഞ്ഞ നിർണായകമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. RN രവിയെ കുറിച്ചാണ് ആ വിധി. തമിഴ്നാട് ഗവർണർക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു അപേക്ഷ നൽകുന്നു. എന്താണ് അപേക്ഷ? കെ പൊന്മുടിയെ വീണ്ടും ക്യാബിനറ്റിലേക്ക് എടുക്കണം. അത് അദ്ദേഹത്തിന്റെ പ്രൊറോഗേറ്റീവാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ. മാത്രമല്ല, ഈ പൊന്മുടിക്കെതിരായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അപ്പൊ എന്താണ് RN രവി പറഞ്ഞത്? ഗവർണർ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ലംഘനമാണ് എന്നാണ്. ഭരണഘടനാപരമായ ഒരു സദാചാരമുണ്ട്, അതിന്റെ ലംഘനമാണ്. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞാലും നമുക്കിവിടെ ഇയാളെ മന്ത്രിസഭയിൽ എടുക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയാണ് വെല്ലുവിളിക്കുന്നത്, RN രവി എന്ന് പറഞ്ഞ ഗവർണർ. അപ്പൊ ആ ഗവർണർക്ക് പിന്നെ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താണ്? പൊന്മുടിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടി വന്നു. ഇന്നലത്തെ ഉത്തരവാണ് സുപ്രീം കോടതിയുടെ. ഈ രീതിയിൽ ഗവർണർമാരെ ഉപയോഗിച്ചിട്ടാണ് പീഡനം മുഴുവനെ ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. ഇപ്പൊ തമിഴിസൈ സൗന്ദരരാജൻ എന്ന് പറഞ്ഞ തെലങ്കാനയിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നല്ലോ. ആ തെലങ്കാന ഗവർണർക്കെതിരെ എത്ര രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. ഇപ്പൊ ഈ തമിഴിസൈ സൗന്ദരരാജൻ ചെന്നൈ സൗത്തിലെ ലോക്സഭാ കാൻഡിഡേറ്റാ BJPയുടെ. ആയിക്കോട്ടെ, രാഷ്ട്രീയമുണ്ട്. അങ്ങനെ അവരുടെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നവരെ തന്നെയാണ് അവർ ഗവർണർമാരും ഒക്കെ ആക്കുക, ഒരു സംശയവുമില്ല. പക്ഷേ ഗവർണർ പദവിയിൽ നിന്ന് രാജിവെച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെന്നൈ സൗത്തിൽ മത്സരിക്കാൻ പോവാണ് ഈ കഥാപാത്രം. അതിനൊരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിനെ അവഹേളിക്കുക, യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടാതെ പോവുക. എന്താണ് ജനാധിപത്യം എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്? നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ നടപ്പാക്കുന്നതിനെ അല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. നല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷമുള്ള ആളുകൾ ന്യൂനപക്ഷത്തെ ബഹുമാനിക്കുകയും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഉത്തമമായ മഹത്തായ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ നേരെ മറിച്ചാണത്. ഏകപക്ഷീയമായി അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഏകപക്ഷീയ
ഏകപക്ഷീയമായി അധികാരമുണ്ട് ഞങ്ങൾ തീരുമാനിക്കും. ഒരു ഷോർട്ട് ടേം പാർലമെന്റ് സെഷൻ നടന്നു, സെപ്റ്റംബറിലാണ് നടന്നത്. ചെറിയൊരു പാർലമെന്റ് സമ്മേളനം നടന്നത്, കുറച്ച് ദിവസത്തേക്കായിരുന്നു. അത് സാധാരണഗതിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുക എങ്ങനെയാണെന്ന് അറിയാവോ? പാർലമെന്റിന്റെ സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അനൗൺസ് ചെയ്യും ഡേറ്റ്. അതിന്റെ കൂട്ടത്തിൽ അജണ്ട കൊടുക്കും കൃത്യമായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷാംഗങ്ങൾക്ക്. വേണമെങ്കിൽ ഒരു സർവകക്ഷി യോഗവും അതിന് മുന്നോടിയായിട്ട് നടത്തും. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പബ്ലിക് റാലിയിൽ പറയുകയാണ്, ഇതാ ഞങ്ങളൊരു ഹ്രസ്വകാല പാർലമെന്റ് സമ്മേളനം നടത്താൻ പോകുന്നു. അത് ഹ്രസ്വമായിരിക്കും, പക്ഷെ അത് വലിയ ഹ്യൂജ് ആയിരിക്കും. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹ്യൂജ് ഈവൻ ദോ ഇറ്റ് ഈസ് ഷോർട്ട്. കാരണം എന്താ വെച്ചാൽ വലിയൊരു സംഭവം ഞങ്ങൾ നടപ്പാക്കാൻ പോകുമെന്നാണ് പറയുന്നത്. ഈ രീതിയിൽ പ്രതിപക്ഷത്തെ കോൺഫിഡൻസിലെടുക്കാതെ, പ്രതിപക്ഷത്തെ ബഹുമാനിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6 മാസമായി വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ ഇന്ത്യക്കാരനും യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികളായ ഓരോ പൗരന്മാരും ശരിയായ രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ്, നിർണായകമായ തിരഞ്ഞെടുപ്പാണ് 24 നടക്കാൻ പോകുന്നത്. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം കൂടി പറയാം. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ നിന്ന് അഭിഷേക് മനു സിംഗ്വി അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, ഞാൻ അത് വായിക്കാം. There is a new pattern. ഇപ്പോൾ ഒരു പുതിയ രീതി സംജാതമായിരിക്കുന്നു. You have a witness who does not name Kejriwal in first or second statement. അതായത് നിങ്ങൾക്കൊരു വിറ്റ്നസിനെ കിട്ടിയിരിക്കുന്നു. ആ വിറ്റ്നസ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം ചെയ്യൽ, വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സാക്ഷിയാട്ടോ, ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം ചെയ്യലിൽ കെജ്രിവാളിന്റെ പേര് പറയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? യു അറസ്റ്റ് ചെയ്യും, നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒപ്പോസ് ബെയിൽ വെഹിമെന്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ കർശനമായി അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ, ജാമ്യാപേക്ഷയെ തള്ളിക്കളയുന്നു. Then he turns approver. അപ്പോൾ അയാൾ ഒരു മാപ്പുസാക്ഷിയായി തീരുന്നു. And one fine day he gives a brilliant statement. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു, കേജ്രിവാൾ കുറ്റക്കാരനാണ് എന്ന് പറയുന്നു. അപ്പൊ ആദ്യം ഒരു വിറ്റ്നസ് ആയിട്ട് ഇയാളെ സമീപിക്കുന്നു, അയാളെ ചോദ്യം ചെയ്യുന്നു, അയാൾ ഇത് പറയാൻ തയ്യാറാകുന്നില്ല, അപ്പോൾ അയാളെ കുറ്റക്കാരനായി കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അയാൾക്ക് ബെയിൽ കൊടുക്കുന്നില്ല, അയാളെ പീഡിപ്പിക്കുന്നു, എന്നിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കുന്നു. ഈ കഥാപാത്രം ആരാണ്? അരവിന്ദോ ഫാർമയുടെ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആളാണ് ഈ കേസിൽ, ഈ ഡൽഹി ലിക്കർ കേസിൽ അപ്രൂവറായി മാറിയത്. ഈ അപ്രൂവറായി മാറിയ കഥാപാത്രത്തെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസവും നമ്മൾ സംസാരിച്ചു. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ നവംബർ 5-ാം തീയതിയാണ് ഇദ്ദേഹം, നവംബർ 10-ാം തീയതിയാണ് ഇദ്ദേഹം അറസ്റ്റിലാവുന്നത്. എപ്പോ? 2022 നവംബർ 10-ന്. നവംബർ 15-ാം തീയതി അദ്ദേഹം 5 കോടിയുടെ ബോണ്ട് വാങ്ങിച്ചു. എന്നിട്ട് അത് നേരെ BJPക്ക് സംഭാവന ചെയ്തു. മെയ് 2023 ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ മെയ് 2023 ഇദ്ദേഹത്തെ അപ്രൂവർ ആക്കണമെന്ന് പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അദ്ദേഹം അപ്രൂവർ ആകുന്നു. ജൂൺ 2023 അദ്ദേഹം വീണ്ടും 34.5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി BJPക്ക് സംഭാവന ചെയ്യുന്നു. 50 കോടിയുടെ വാങ്ങിയിട്ടുണ്ട്, അതിനകത്ത് BRS കൊടുത്തിട്ടുണ്ട്, TDPക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ 34.5 കോടി രൂപയാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മാപ്പുസാക്ഷിയെ ഉണ്ടാക്കി ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ കേജ്രിവാൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെ ഒരു കണക്ക് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2014 മുതൽ 2022 വരെയുള്ള 8 വർഷക്കാലം, അതുവരെയുള്ള കണക്കാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 121 രാഷ്ട്രീയക്കാർക്കെതിരായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് കേസെടുപ്പിച്ചിരിക്കുന്നത് മോഡി. അതിൽ 116 പേരും ഒപ്പോസിഷൻ MPs ആണ്, അല്ലെങ്കിൽ ഒപ്പോസിഷൻ ലീഡേഴ്സ് ആണ്. 5 പേര് മാത്രമാണ് മറ്റ് കേസുകളിൽ പെട്ടിരിക്കുന്നത്. അപ്പൊ 116 പ്രതിപക്ഷ നേതാക്കളെയും ED ഉപയോഗിച്ച് പീഡിപ്പിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഈ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല പ്രയോഗം നടത്തിയത് ഈ പറയുന്ന നരേന്ദ്രമോദിയാണ്. എന്നാൽ സ്വിച്ച് ചെയ്ത് നേരെ BJPയിലേക്ക് മാറുന്ന ആർക്കെതിരെയും കേസില്ല. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞേ പറ്റുള്ളൂ സ്മൃതി. കാരണം വെച്ചാൽ സുവേന്ദു അധികാരിയുടെ കേസ് എന്തായി, തപസ് റോയുടെ കേസ് എന്തായി, മുകുൾ റോയുടെ കേസ് എന്തായി, ഹിമന്ത ബിശ്വ ശർമ്മയുടെ കേസ് എന്തായി, അജിത് പവാറിന്റെ കേസ് എന്തായി, ഈ രീതിയിൽ നാരായൺ റാണയുടെ കേസ് എന്തായി. ഈ രീതിയിൽ BJP പാളയത്തിലേക്ക് മാറുന്നവരുടെ എല്ലാവരുടെയും കേസുകൾ ഒഴിവാക്കി കൊടുക്കുകയും നിരന്തരമായി പ്രതിപക്ഷ പാർട്ടികളുടെ ആളുകളെ തിരഞ്ഞുപിടിച്ച് അവരെ ED കേസിൽ കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ